അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളോട് ചോദിക്കുന്നു, ജിനി ചായ ഒന്ന് കാണിക്കൂ. എൻ്റെ ചായ ഭയങ്കര സ്പെഷ്യൽ ചായ ഒന്നുമല്ല, എന്നാലും ഞാൻ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചായ വയ്ക്കാൻ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, സ്റ്റവ് ഓണാക്കുക. ഞാനിവിടെ 4 ഗ്ലാസ് ചായ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ലാവിഷായിട്ട് പാലെടുക്കാറുണ്ട്. 1 കപ്പ് വെള്ളം എടുത്തിട്ട് ബാക്കി 3 കപ്പും ഞാൻ പാലാണ് എടുക്കാറ് കേട്ടോ. ചില ആൾക്കാർ 1 കപ്പ് പാലെടുത്തിട്ട് 3 കപ്പ് വെള്ളം എടുക്കും. അങ്ങനെ എടുത്താൽ പോരാ. പിന്നെ താജ്മഹലിൻ്റെ പൊടിയാണ് രണ്ടാമത്തെ എൻ്റെ ചായയിൽ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒന്ന്. അപ്പോൾ ഞാൻ അതൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം വളരെ ലൈറ്റായിട്ടേ യൂസ് ചെയ്യുള്ളൂ. അത് 1 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചായ ഒരു 5 മിനിറ്റെങ്കിലും തിളപ്പിക്കണം. ഇതുപോലായി വരും കേട്ടോ. നമുക്കിത് അരിച്ചെടുക്കുക, കുടിക്കുക. രാവിലെ തന്നെ ഇങ്ങനെ ഒരു കപ്പ് ചായ കിട്ടിക്കഴിഞ്ഞാൽ നല്ല എനർജിയാണ്. എന്നോട് ഡയറ്റ് ചെയ്യുമ്പോൾ ചായ നിർത്തുമെന്ന് പറയുന്നുണ്ട്. ഈ ചായ എന്തായാലും എനിക്ക് നിർത്താൻ പറ്റില്ല, കാരണം ഷുഗർ ഒന്നും അധികം ഇല്ല. പിന്നെ ഞാൻ കുടിക്കുന്നത് ഒരു 1/2 ഗ്ലാസ് ചായയേ ഉള്ളൂ. ആ 1/2 ഗ്ലാസ് ചായ കുടിക്കൽ നിർത്തിയിട്ട് തടി കുറയേണ്ട ആവശ്യമൊന്നും ഇപ്പം എനിക്കില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചായക്ക് റെഡിയാക്കി ഇനി ചായ കുടിക്കട്ടെ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ആരും എന്നോട് ചായ എവിടെ എന്ന് ചോദിക്കരുത്. ഞാൻ 2-3 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിരുന്ന് വരച്ച സംഭവമാണ്. അവൻ്റെ നോട്ടീസ് ബോർഡിന് വേണ്ടിയിട്ടത്രേ. അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും, പക്ഷെ അവനത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂല. അത് അവൻ്റെ ഒരു മടി തന്നെയാണ് കേട്ടോ. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് വരയ്ക്കും. ഇപ്പോൾ ഒരാളെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി വരയ്ക്കാൻ നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ രാവിലത്തെ പണികൾ ഞാൻ തുടങ്ങാൻ പോവാണ്. വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെയിറ്റ് പിന്നെ ഞാൻ അന്ന് 3 കിലോ കുറഞ്ഞത്. പിന്നീടൊന്നും ചേഞ്ച് എനിക്ക് വന്നിട്ടില്ല. പതുക്കെ വരുമായിരിക്കും, നോക്കാമല്ലേ. എന്തായാലും ഞാൻ ഡയറ്റ് നിർത്താൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. 10 കിലോ ആണ് എൻ്റെ മൈൻഡിലുള്ളത്. ഓക്കെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പച്ചമുളകും അതുപോലെ വലിയുള്ളിയൊക്കെ നമുക്കിത് നന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു കമൻ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിനിയുടെ വീട്ടിലെ വേലക്കാരിയാണോ, പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്ന് നിർത്തിക്കൂടെ, വ്ളോഗൊന്ന് മാറ്റി പിടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വേലക്കാരിയാണ് എന്നതിൽ യാതൊരു യോജിപ്പും എനിക്കില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളിൽ നന്നായിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ പുറമേയുള്ള ആൾക്കാർ നോക്കും. അവർ വീടടക്കം ഉണ്ടാക്കും, പെയിൻറ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അവർ ആ വീട്ടിലത്തെ പണിക്കാരാണോ? അല്ലല്ലോ. ആ ഒരു ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങ് പറ്റിയതൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഞാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്യത്തുമില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വ്ളോഗ് എടുക്കണോണ്ട് നിങ്ങൾക്ക് അത് മാത്രമായിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫുൾ ടൈം ഇതാണ് പരിപാടി എന്ന്. പക്ഷെ ഞാൻ ചെയ്യാത്ത ദിവസങ്ങളിൽ എനിക്ക് വ്ളോഗ് എടുക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ അന്ന് ഫുള്ള് റെസ്റ്റ്, എൻ്റെതായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് കുറേ ആയിട്ടോ ഞാൻ ഇടാണ്ട് മാറ്റി വെച്ചതാണ്. കാരണം നല്ല തടിയുള്ള സമയത്ത് അത് ഇടുമ്പോൾ ഒന്നും കൂടെ തടിച്ചായി ഫീൽ ചെയ്തു. ഇതിൽ തന്നെ എനിക്ക് തടിച്ചുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ മസാല ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മസാലയാണ് കേട്ടോ അത്. കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ഒരു 3 വലിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പീസ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ മല്ലിയില ഞാൻ ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അത് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു മസാലയ്ക്ക് മല്ലിയില ആവശ്യമുണ്ട്. അപ്പം അതൊന്നും എടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് സങ്കടവും കാര്യങ്ങളും വേലക്കാരിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി എനിക്ക് ഇഷ്ടമല്ല കുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മളത് പുറത്തുനിന്ന് മേടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ആരും വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അത്രയാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചായ ഒഴിവാക്ക്, ഷുഗർ ഉണ്ട്, വെയിറ്റ് ലോസിന് നല്ലതാണ് അറിയാം.
വെയിറ്റ് ലോസിന് ചായ ഒഴിവാക്കുന്നത് നല്ലതാണെന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് അതിന് മാത്രമൊന്നും തടി നമ്മളില്ല, ഫസ്റ്റത്തെ കാര്യം. അതുകൊണ്ട് അത് കുടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞാൽ മതി, പ്രശ്നമില്ല. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. കുട്ടിക്ക് ഞാൻ ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി. അപ്പോൾ എന്നിട്ട് ഞാൻ വീണ്ടും പരത്തി ചപ്പാത്തിയൊക്കെ ചുട്ട്, ഇനി അവനക്ക് ട്യൂഷൻ പോകണം. അപ്പോൾ ഞാൻ വേഗം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണ്. ഇന്നൊരു ഉഷാറില്ലാത്ത പോലെ ഉണ്ടോ എൻ്റെ വോയിസ്? പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്ത് പറ്റിയെന്നാവോ, നോക്കാം. പിന്നെ യൂട്യൂബിൽ ഒത്തിരി ഇന്നലത്തെ എന്താ പറയുക, നമ്മുടെ വ്ളോഗിൽ കമൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വെയിറ്റ് ലോസ് ജേണിക്ക് നിങ്ങൾ കൂടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കൂടുന്നില്ല. പിന്നെ ഞാൻ വെക്കുന്ന ചായ മാത്രമാണ് എനിക്കിഷ്ടം. പുറത്തു പോയാൽ ഞാൻ ചായ കുടിക്കാറില്ല. അത് നമ്മളെല്ലാവരും അങ്ങനെ. അത് എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ മധുരം കൂടുതലിടും, പാല് കുറവിടും. അപ്പം നമ്മുടെ ഒരു ടേസ്റ്റ് നമുക്ക് തന്നെയല്ലേ ഇഷ്ടാവുള്ളൂ. പിന്നെ ഇക്കാക്ക് സ്പെഷ്യലായിട്ട് എന്താ പറയുക, ഇത് തന്നിട്ടുണ്ട്, ബർത്ത്ഡേ വിഷ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫോണിൽ മലയാളം ഇല്ലാന്ന്, മലയാളം തന്നെ എഴുതണം എന്നില്ല ഉമ്മ എന്നാണ് പറയാൻ പറഞ്ഞ. ഏജ് ഉണ്ട്, 60 വയസ്സുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ മംഗ്ലീഷ് ആണെങ്കിലും കുറച്ച് ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതിയാൽ എനിക്ക് വായിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് പിന്നെയും കുഴപ്പമില്ല. ഞാൻ 60 വയസ്സുള്ള ഒരു ഉമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉമ്മാക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അതേപോലെ നല്ല ആയുസ്സും ആരോഗ്യത്തോടു കൂടി ഇനിയും ഒരുപാട് വർഷം ജീവിക്കട്ടെ അല്ലേ. പിന്നെ ഹായ് ജിനി, സൂപ്പർ വ്ലോഗ് ഫ്രം കൂർഗ്, സുമയ്യ. ഹായ് സുമയ്യ, സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വീട്ടിലൊക്കെ. അങ്ങനെ ചായ റെസിപ്പി ചോദിച്ച് ഇന്ന് ആൾക്ക് ഞാൻ ചായ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇന്ന് ആ വ്ലോഗ് അയാൾ കാണുമെന്നുള്ളത് എനിക്കറിയില്ല, അതാ പ്രശ്നം. നിങ്ങൾ ഓരോന്ന് ചോദിച്ചിട്ട് പോകും, ഞാൻ പിറ്റേ ദിവസം അതിടും, പിന്നെ നിങ്ങൾ ആ വഴിക്ക് വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ജിനി സുന്ദരി അല്ലേന്നോ, സുന്ദരി ആയിന്നോ, അങ്ങനെ എന്തോ പറയണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഹായ് ജിനി, ഡെയിലി വ്ലോഗ് കാണാറുണ്ട്. താങ്ക് യു മുത്തേ. ചായ ജിനി, ഓക്കെ. ഹായ് ജിനി, എന്താ അല്ലേ, സുഖാണോ? നല്ല വ്ലോഗാണ്, ഡെയിലി കാണാറുണ്ട്. എന്തെല്ലാം എന്ന് ചോദിച്ചതാ തോന്നുന്നു. സുഖമാണ്. വ്ലോഗ് ഡെയിലി കാണുന്നതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയ ഏറ്റവും വലിയ ടാസ്ക് ഇതാണ് അല്ലേ, ക്ലീനിങ്. എല്ലായിടത്തും പൊടിയായിട്ടുണ്ടാവും. എനിക്കും ദേഷ്യമാണ് കേട്ടോ. അതാണ് നമ്മൾ പലരും രാത്രി ചപ്പാത്തി ഉണ്ടാക്കാത്ത. എൻ്റെ ഒരു എളാമ്മ അങ്ങനെ പണ്ട് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. അതായത് രാത്രി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കില്ല, കാരണം അടുക്കള മൊത്തം പൊടിയാവും. രാവിലെ ഉണ്ടാക്കിയ അടിച്ചു തുടച്ച് അങ്ങ് ഇതാക്കി കഴിഞ്ഞാൽ അത് ക്ലീൻ ആയല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ അത്ര വലിയ ഒരു ഇതൊന്നും ആക്കിയില്ല. പക്ഷെ ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ, എല്ലായിടത്തും ആയിട്ടുണ്ടാവും. പിന്നെ പിന്നെ ഹിന്ദിക്കാരെന്ത് ചെയ്യുന്നറിയോ, സ്റ്റവിന്റെ അടിയിലടക്കം പേപ്പർ വെച്ചിട്ടാണ് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഒന്ന് അടിച്ചു വാരി എടുക്കണം. ഒരു 1-2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചു വാരി എടുത്താലും പുല്ലുകളൊന്നും അധികം വരാണ്ട് നമുക്ക് കുറച്ചു കാലം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ പോവാം. പിന്നെ ഇടക്ക് മഴ പെയ്താൽ കയ്യിൽ നിന്ന് മൊത്തം പോകും കേട്ടോ. തൊടിയുടെ അവസ്ഥ അപ്പം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി ക്ലീൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മഴ പെയ്യാൻ തുടങ്ങും. പിന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ വീണ്ടും വിളിക്കും. അങ്ങനെ തന്നെയാണ് കുറച്ച് നാളുകളായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും കുഴപ്പമില്ല, മഴയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ട് അടിച്ചു വാരി എടുക്കുകയാണ്. പിന്നെന്താണ്, മൺചട്ടിയിൽ വേഗം വഴന്ന് കിട്ടും എന്ന് പറയുന്നുണ്ട്. അതെ, പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ ഒന്ന് അടച്ചു വെച്ചാലും പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ മക്കള് അങ്ങനെ സ്പെഷ്യലായിട്ട് ഫുഡിന് ഡിമാൻഡൊന്നും പറയാറില്ല. ഓക്കെ, സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കും. ഞാനും സൺഡേയിൽ അധികം സ്പെഷ്യൽ ഉണ്ടാക്കും കേട്ടോ. ഇവർക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കണമെങ്കിൽ ഒരു കഷ്ണം മീനെങ്കിലും അല്ലെങ്കിൽ മുട്ടയെങ്കിലും എന്ന് പറയും കേട്ടോ. റിഹാൻക്ക് പിന്നെ എഗ്ഗും ചോറൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അയാന് പിന്നെയും എഗ്ഗ് കൊടുത്താലും ചോറ് കഴിക്കും കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് വന്ന് പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് കാണുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അയ്യോ, ഡ്രസ്സ് എടുത്തപ്പോൾ താഴെ വീണതാ. പിന്നെ ഞാൻ വേഗം പോയി ഇന്നലെ വാഷ് ചെയ്ത് ഉണങ്ങിയ ഡ്രസ്സുകളിനെയൊക്കെ വേഗം എടുത്ത് ഇനി ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് വേണം നെക്സ്റ്റ് വാഷിങ്ങിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ കേട്ടോ. അപ്പോൾ ഇപ്പം ഇത് എന്താണ് ജിനി ചെയ്യുന്നത് എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഉമ്മാൻ്റെ കാല് ജസ്റ്റ് മുട്ടിൻ്റെ അവിടെ ഒന്ന് ട്വിസ്റ്റ് ആയതാണ്. അപ്പോൾ ഒരു റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ. അത് കാരണമാണ് നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ ചെയ്യുന്നത്.
പിന്നെ ഇവിടെ വേഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു വാശിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ തുണികൾ കൊണ്ടുവന്നിടണം. പിന്നെ കറി ഇന്നലത്തെ ഉണ്ട്, ഉപ്പേരി മാത്രം വെച്ചാൽ മതി. ഫിഷും ഇന്നലെ മസാല കൂട്ടി വെച്ചതുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഉച്ചയൊക്കെ അങ്ങനെ അങ്ങ് പോകും കേട്ടോ. പിന്നെ തുടക്കം തൊട്ട് കാണുന്നുണ്ട്, എൻ്റെ കമൻറ്റ് വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു. ജിനി മെലിഞ്ഞു എന്ന് പറയുന്നുണ്ട്. തടി കുറച്ച് കമ്മിയായി എന്ന് പറയാം. മെലിഞ്ഞു എന്ന് ഒരിക്കലും ഇപ്പോഴും ഞാൻ ഫസ്റ്റായിട്ട് കാണുന്ന ഒരാൾ ഒരിക്കലും പറയില്ല കേട്ടോ. പിന്നെ ക്ലീനിങ്ങിന് വന്ന ചേച്ചിമാർക്ക് നമ്മൾ ഒരു ദിവസം ഉമ്മയാണ് കൊടുക്കണത് കറക്റ്റ്. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 600 കൊടുക്കണതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ നമ്മൾ ചായ പലഹാരമൊക്കെ കൊടുക്കും. പിന്നെ ഈവനിങ് ചായ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ചോറൊന്നും കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കൊടുക്കണം എന്നുള്ളവർക്ക് കൊടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഒരു 11 മണിക്ക് ചായ കൊടുക്കുമ്പോൾ അവർ പിന്നെ ഫുഡ് വേണ്ട എന്ന് പറയാറാണ് കേട്ടോ. അധികവും നമ്മൾ വിളിച്ചാൽ അവർ വേണ്ട, എന്താ പറയുക, അവർ ഫുഡ് കഴിക്കാനും പോവില്ല. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ഒരു 3:30 ആകുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്ത് ഒരു 4 മണി 4:30 ആകുമ്പോൾ പണി കയറിയിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് പറയണം. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ രാത്രി ആയിട്ടുണ്ട്, 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം വേഗം പണികളൊക്കെ ചെയ്യട്ടെ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒരു എഗ്ഗ് ബോയിൽ ചെയ്തത്. എഗ്ഗ് കഴിച്ച് എനിക്ക് മടുക്കുകയൊക്കെ ചെയ്തു, പക്ഷെ കഴിക്കണ്ടേ. പിന്നെ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, അതും കഴിക്കുകയാണ്. ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ചപ്പാത്തിയും പൊട്ടറ്റോ ആണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന മസാല. പിന്നെ സൂപ്പർ വ്ളോഗ്, ഇത്ത റെസിപ്പി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. ജിനിയുടെ റെസിപ്പി എല്ലാം സൂപ്പറാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ സിറ്റൗട്ടൊന്ന് വേഗം അടിച്ചു വാരുകയാണ്. ഇവിടെ എന്താ പറയുക, ഉമ്മയും ഉപ്പി ഇരിക്കും, പിന്നെ കസിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇരിക്കാറുണ്ട്. അപ്പോൾ ആളൊഴിഞ്ഞ സമയം നോക്കി പോയി അടിച്ചു വരാറാണ്. പിന്നെ എൻ്റെ ഉമ്മാക്ക് വിളിക്കാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം, ചമ്പ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയുന്നതിന്. നമ്മൾ ബെഡിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അധികം അങ്ങനെയായിട്ട് ഇരിക്കാറ്. പല ആൾക്കാരും അങ്ങനെ ഇരിക്കാൻ കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. ഇപ്പം കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട്. എനിക്കെന്തോ കൂളായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇനി അങ്ങനെ ഇരിക്കാൻ. പിന്നെ ചായ വെച്ച് ചായ എല്ലാം കുടിച്ച് ഉമ്മാനോട് സംസാരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10, ചില സമയത്ത് 5 മിനിറ്റ് കൊണ്ട് കഴിയും. ചില സമയത്ത് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് അത്യാവശ്യം സമയമാവും കേട്ടോ. പിന്നെ ഇതാ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ വേസ്റ്റ്. അപ്പം അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞപ്പോഴാണ് തെങ്ങിൻ്റെ ചോട്ടിൽ തേങ്ങ അടക്കണുണ്ട് കേട്ടോ. പിന്നെ അതിനെ എടുത്തിട്ട് വന്നു. നമുക്ക് എന്തായാലും ഇന്ന് തേങ്ങ വേണം, രാത്രി ആണെങ്കിലും വേണം. രാത്രി ഞാൻ കോഴി കുമ്പളങ്ങ കറി ഉണ്ടാക്കണം എന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട്, പൊറോട്ട മേടിക്കണം എന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോന് കുറച്ച് ദിവസമായി എനിക്ക് ജങ്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നു, ബർഗർ, പിസ്സ, ഇതൊക്കെ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസം വൈകിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഇന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം വിചാരിച്ചിട്ടുണ്ട്. വലിയ ആൾക്ക് എന്തെങ്കിലും ക്രേവിങ്സ് വന്നാൽ പിന്നെ അത് കഴിച്ചിട്ടേ അവനക്ക് അത് അടങ്ങുള്ളൂ. അങ്ങനെ ഒരു ക്രേവിങ്സിൽ പെട്ടിരിക്കുകയാണ് ഞാൻ. എനിക്ക് ചോക്ലേറ്റ് കഴിക്കണം ഭയങ്കര ആഗ്രഹം, കൊതിയായിട്ടിരിക്കുകയാണ് ഞാൻ. പക്ഷെ ആ ഒരു ടൈമിൽ ഡേറ്റ്സ് എടുക്കാന്ന് പറഞ്ഞപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് എടുത്തിട്ട് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ ചോക്ലേറ്റ് കഴിച്ചൊരു ഫീല് കിട്ടുമൊന്നുമില്ല, നമ്മൾ സ്വന്തമായിട്ടങ്ങ് കിട്ടിപ്പിക്കുക. എനിക്കുണ്ടല്ലോ ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതൊക്കെ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. വീക്ക്ലി വൺസെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഹാപ്പി ഹോർമോണൊക്കെ ചത്തുപോകുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഹാപ്പി ഹോർമോണിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഡയറ്റ് എടുക്കുമ്പോൾ ഏറ്റവും സ്ട്രെസ് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പം മുതലേ ചോറ് കഴിച്ച് വളർന്ന് ശീലിച്ച ആൾക്കാരല്ലേ. അപ്പം നമ്മുടെ ബോഡി ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവും. അത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും മുഖത്തൊരു വാട്ടവും വിഷമവും ഒക്കെ നമുക്ക് ഉണ്ടാവണത് കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നു, അറിയില്ല. ഞാനിങ്ങനെ ഓരോ പൊട്ടത്തരം വിളിച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ അത് സഹിക്കുക. ഓക്കെ. പിന്നെ അടുക്കളയിലത്തെ പണികളൊക്കെ വേഗം റെഡിയാക്കിയിട്ട് ഞാൻ നേരെ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കാൻ, അടിച്ചു വാരാൻ. അതിന് ശേഷം അരിയൊക്കെ എടുത്ത് ഞാനിവിടെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ.
ഈ ഒരു ചാക്കിലത്തെ അരി ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നില്ല, അത് തന്നെ എടുക്കുകയാണ്. ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ചാക്ക് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വേഗം ഒന്ന് അതിനെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ എഫ് ബിയിലൊക്കെ വളരെ കമൻസ് ഭയങ്കര കുറവാണ്. അതുപോലെ വ്യൂസും ഞാൻ വിചാരിച്ച വ്യൂസൊന്നും വരുന്നില്ല. നിങ്ങൾ കാണാഞ്ഞിട്ടാണോ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്താഞ്ഞിട്ടാണോ, എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയില്ല. എഫ് ബി ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏത് ചെറിയ വീഡിയോ കണ്ടാലും കമൻറ്റ് ചെയ്യണം. മാക്സിമം ഞാൻ റിപ്ലൈ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ തരാറുണ്ട് കേട്ടോ എല്ലാറ്റിനും. പിന്നെ വെജിറ്റബിൾ ട്രേന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ഉണ്ട്. ആ കുമ്പളങ്ങ കേട് വരുന്നതിന് മുമ്പേ തന്നെ കോഴിച്ചാറോ സാമ്പാറോ വെക്കണം, അല്ലെങ്കിൽ അത് കേടുവന്ന് പോകും. പെട്ടെന്ന് വെജിറ്റബിളൊക്കെ കേട് വരുന്നത്, അത് എന്താന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ ക്യാരറ്റും ബീൻസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് എടുത്ത് നന്നാക്കി എടുത്ത് ഇപ്രാവശ്യം ഞാൻ ചോപ്പറിൽ ഇട്ടിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം സമയം ആയിട്ടുണ്ട്. ഇനി ഒരു വാഷിംഗ് കൂടി കഴിഞ്ഞ് കിടക്കുകയാണ്, അതൊക്കെ ഇടണം. അങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട്. പിന്നെന്താണ്, ഇക്കാക്ക് കുറേ ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. പിന്നെന്താ രസമല്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. എന്താണ് രസമില്ലാത്തത്? ഓ, ട്രെൻഡിങ് റീൽ ഇട്ടതിൻ്റെ അല്ലേ. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ ഒരു അതിലിപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൈറൽ ബിരിയാണി ഇല്ലേ, അതിൽ. അപ്പം ഞാൻ ചോപ്പർ എടുത്തിട്ട് കഴുകിയിട്ട് അതിലിട്ടിട്ട് ഇനി ചോപ്പ് ചെയ്യണം കേട്ടോ. ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കുമോ? ഇത് ഇറച്ചി ചോറല്ലേ? മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല ഇത് മാത്രം ചേർത്താൽ തന്നെ സൂപ്പർ ബിരിയാണി ആയി കിട്ടാറുണ്ട്. എല്ലാ നാട്ടിലും ഒരേപോലെ അല്ലല്ലോ മോളെ ബിരിയാണി, അതുകൊണ്ടാണ് കേട്ടോ. പല നാട്ടിലും പല രീതിയിലല്ലേ ബിരിയാണി. റീൽസും കാര്യങ്ങളും കാണാറില്ലേ? ഒത്തിരി റെഡ് കളർ ബിരിയാണി ഉണ്ട്, അതിലൊക്കെ ഈ മുളക് പൊടി ചേർക്കും കേട്ടോ, കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ബിരിയാണി അല്ല ഇറച്ചിച്ചോറാണെന്ന് പറഞ്ഞ് ആരും മെഴുകണ്ട. അതിൻ്റെ താഴെ പാലക്കാട് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇങ്ങനെയൊക്കെ തന്നെയാണ്. കറക്റ്റാണ്. അതിൽ ഒരുപാട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അത്രയ്ക്കും കമൻസ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെന്താണ്, ഞാൻ ലഞ്ച് ഉണ്ടാക്കുകയാണ്. അപ്പുറത്ത് ചോറ് വെച്ചിട്ടുണ്ട്, ഒരു ഇതിൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ നോർമൽ മസാല തന്നെയാണ് കേട്ടോ. എൻ്റെ മസാലയൊക്കെ കണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാപ്പാടായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഫിഷ് ഒന്ന് വേഗം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ വീഡിയോ മാറ്റി പിടിയടി, അയ്യോ പിടിയടി, വെറും ജോലി മാത്രം. എന്താ പറയാ, അവിടെ ആരെങ്കിലും ജോലിക്ക് വെക്കൂന്ന്? ജോലിക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ. പിന്നെ ഹെവി ജോലിക്കൊക്കെ നമ്മൾ ആൾക്കാരെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇങ്ങനെ കാർബ്സ് കട്ട് ചെയ്താൽ സഡൻലി വെയിറ്റ് ലോസ് ഉണ്ടാകും. പക്ഷേ ഫുഡ് പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യും. വെയിറ്റ് പെട്ടെന്ന് കൂടും. അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കഴിക്കണം കേട്ടോ. അങ്ങനെ ഉപ്പേരി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി. ഉപ്പേരിക്ക് ഞാൻ എപ്പോഴും തേങ്ങ ഇടും. തോരനാണ് കേട്ടോ നമ്മൾ അധികം ഇവിടെ ഉണ്ടാക്കാറ്. എൻ്റെ വീട്ടിൽ അധികം ഉപ്പേരികൾ ചെറിയ ഉള്ളിയിൽ തൂമിച്ച ഉപ്പേരി ഇല്ലേ, അതാണ് എൻ്റെ വീട്ടിലുണ്ടാക്കുക. ഇവിടെ പക്ഷെ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് തന്നെ അയാൻകുട്ടിക്ക് കുറച്ച് ഫുഡൊക്കെ എൻ്റെ വീട്ടിലത്തെ ഫുഡാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ചോറ്, ഉപ്പേരി, ചില പുളി ഒഴിച്ച കറികൾ ഒക്കെ അവനക്ക് അവിടുത്തെയാണ് കേട്ടോ ഇഷ്ടം, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത്. അവൻ ഉപ്പേരിയൊക്കെ അവിടെ പോയിട്ട് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കൂട്ടോ. അപ്പൊ അവൻ പറയും, ജിനിമ അവിടെ കുറെ തേങ്ങ ഇട്ടിട്ടാണ് എനിക്ക് കഴിക്കാൻ പറ്റാത്തത് പറയും. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും തേങ്ങ വേണേനും. അപ്പോൾ ഇതാ വേഗം ഉപ്പേരി സെറ്റാക്കി അടച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഫിഷ് അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ തന്നെ കൊണ്ടുപോയി കളയാന്ന് വിചാരിച്ച് ഞാൻ വേഗം അതിനെ കൊണ്ടുപോയി കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അത് അടുക്കളയിൽ വെക്കണ്ട വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് വാഷിംഗ് കഴിഞ്ഞതിന് വേഗം കൊണ്ടുപോയി ഇട്ടു. ഇനി എന്താ പരിപാടി? ഇനി പോയി കുളിക്കണം, ഫേസ് പാക്ക് ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ, നടന്നില്ല. അയ്യോ നോയ്സ് വരും, ഒരു ഓട്ടോ വന്നിട്ടുണ്ട്, അതിൻ്റെ നോയ്സ് വരും. ഇക്കാനെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇക്ക ഇന്ന് 10 o'clock നമ്മുടെ പാലക്കാട് ട്രെയിൻ ഇറങ്ങും ഇൻഷാല്ല. ഓക്കെ, അപ്പോൾ തുണികളൊക്കെ വേഗം ഞാനിവിടെ വാഷിങ്ങിന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ വാതിലൊക്കെ ക്ലോസ് ചെയ്തു. എന്ത് പുറമേയുള്ള പണി കഴിഞ്ഞാലും ഫസ്റ്റ് വാതിൽ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഉള്ളിലോട്ട് വരാറുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് പേടിയാണ് കേട്ടോ. പെട്ടെന്ന് പൂച്ചയോ പട്ടിയോ നായോ മനുഷ്യന്മാരോ ആരെങ്കിലുമൊക്കെ കയറി അറിയില്ല. അപ്പുറത്ത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പറമ്പും അല്ലേ. പിന്നെ നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പാത്രങ്ങളുള്ളതിനൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ച് അടുക്കള ക്ലോസ് ചെയ്ത് കുളിക്കാൻ പോകണം. അതുപോലെ നിങ്ങളുടെ പ്രീതി മിക്സി ആണോ ചോദിക്കുന്നുണ്ട്. അതെ, ഇന്നലത്തെ
നമ്മുടെ ഉണക്കച്ചെമ്മീനും വഴുതനങ്ങയും കറി ഇതുവരെ വെച്ച് നോക്കാത്ത ഒരുപാട് പേരുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും വെച്ച് നോക്കുക. അതിലോട്ട് മാങ്ങ ചേർത്തിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് പുളി കമ്മിയാക്കിയാൽ മതി കേട്ടോ. പിന്നെ പാത്രം കഴുകിയ ശേഷം ഞാൻ വേഗം പോയി തുടക്കുകയാണ് കേട്ടോ ചെയ്തത്. ഹാളും ബെഡ്റൂമും എല്ലാം അവിടെ ഒന്ന് തുടച്ച് ക്ലീനാക്കി. ഇനി ഫേസ് പാക്ക് ഇടണം വിചാരിച്ചിരുന്നത്. നമ്മുടെ വെഡിക്കിൻ്റെ ഫേസ് പാക്കില്ലേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചായി ഇപ്പം ഞാൻ ഇട്ടിട്ട്. ഇപ്പം ഞാൻ ഫേസിൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് രാത്രി മുഖത്ത് അപ്ലൈ ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിട്ടാലും മതി. ഞാനിപ്പം എൻ്റെ ഒരു സ്കിൻ കെയർ അതാണ്. പിന്നെ VLCCയുടെ ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം പെട്ടെന്ന് വിയർക്കില്ല അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്താൽ. പിന്നെ കുളി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് തേക്കും, അത്ര തന്നെ. അത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അത് പോവും ചെയ്യുമല്ലോ. അങ്ങനെ വേഗം എന്താ തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതേപോലെ എൻ്റെ കമൻ്റ് ഒന്ന് പറയണേ. എൻ്റെ മക്കൾക്കും ഇങ്ങനെയാ, ബീഫ് ചിക്കൻ ഉണ്ടെങ്കിൽ എവിടുന്ന് വിശപ്പ് വരിക എന്നറിയില്ല. ചായ കുടിക്കാത്ത മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാറില്ല, ഉഷാറുണ്ടാവില്ല. അത് കുടിച്ച് ശീലിച്ചവർക്ക് അതെന്തായാലും വേണ്ടി വരും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അപ്പോൾ എന്താണ്, അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഫാമിലി, കുട്ടികളുടെ കാര്യം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്ത് നമ്മുടെ ലൈഫ് തീർന്നവരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിച്ചു പോവുക. എത്ര പെട്ടെന്ന് ഓരോ ദിവസങ്ങൾ പോയി കിട്ടണത് എന്നുള്ളത് ശരിക്കും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയും ഫാസ്റ്റായിട്ടാണ് ഓരോ ദിവസങ്ങളും പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും കഴിഞ്ഞു. ബൈ.